ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരൊരുമിക്കട്ടെ. പക്ഷേ ഇല്ലെങ്കിൽ സച്ചി അണിയിക്കുന്ന ഒരു താലി ഈ ജീവിതം മുഴുവൻ എൻ്റെ കഴുത്തിലുണ്ടാവണം. നിനക്ക് പേടിയാവുന്നുണ്ടല്ലേ? ഇത് വേണ്ടായിരുന്നു എന്ന് നിനക്കിപ്പോ തോന്നുന്നുണ്ടോ? ഞാൻ പറയാനുള്ളതൊക്കെ നിന്നോട് പറഞ്ഞു, പക്ഷേ നീ നിന്റെ തീരുമാനം മാറ്റിയില്ല. അമ്മ എന്തായി പറഞ്ഞു വരുന്നേ? സമൃദ്ധിക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോന്നാണോ? ഒരിക്കലും ഇല്ല. എനിക്കതിനെക്കുറിച്ച് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഈ പൂജ കഴിഞ്ഞ് സമൃദ്ധിക്ക് ഓർമ്മ തിരിച്ചു കിട്ടാൻ വേണ്ടി തന്നെയാ ഞാനും കാത്തിരിക്കുന്നത്. നിന്റെ കാര്യത്തിലല്ല, ആ കുഞ്ഞിന്റെ കാര്യത്തിൽ എനിക്ക് സങ്കടം. അക്കാര്യം ഞാൻ അമ്മയോട് പറയാതിരിക്കായിരുന്നു. ഗൗരിമോളെ പൂജയ്ക്ക് കൊണ്ടുപോകണ്ട. എന്താ ഇപ്പൊ നിനക്ക് അങ്ങനെ തോന്നാൻ? ഒരുപക്ഷെ അമ്മ പറയുന്ന പോലെ ഓർമ്മ തിരിച്ചു കിട്ടുമ്പോ സമൃദ്ധ എന്നെ തിരിച്ചറിയാതിരുന്ന എനിക്കതിൽ വിഷമമില്ല. അമ്മയുടെയോ ശിശിരയുടെയോ കാര്യം എനിക്ക് പ്രശ്നമല്ല. പക്ഷേ സമൃദ്ധ ഗൗരിമോളെ തിരിച്ചറിയാതിരുന്ന അത് മോക്കൊരു ഷോക്കാവും. പിന്നെ ജീവിതകാലത്ത് ഒരിക്കലും ആ വേദന അവളുടെ മനസ്സിൽ നിന്നുമായില്ല. ഇതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് ഈ ട്രീറ്റ്മെന്റ് എതിർത്ത് നമുക്ക് വീട്ടിൽ പോകാന്ന്. അമ്മ എന്നെ പറയാൻ സമ്മതിക്കേ? എല്ലാം നീ തീരുമാനിക്കുന്നു, നീ പറയുന്നു. ഞാൻ വഴിയെ പോയവളാണല്ലോ എല്ലാം കേട്ട് അനുസരിക്കാൻ. അമ്മ ഈ കാര്യത്തിൽ സമൃദ്ധയുടെ പക്ഷത്ത് തന്നെയാണ് ന്യായം. എനിക്ക് ആ ന്യായത്തിന്റെ കൂടെ നിന്നേ പറ്റൂ. അതിന് എന്ത് നഷ്ടം ഉണ്ടായാലും. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്നാ പറയുന്നേ? പൂജാസ്ഥലത്തേക്ക് മോളെ കൊണ്ടുപോകാതെ അവളെ ഇവിടെ തന്നെ നിർത്തണം. ഗുരുജി പറഞ്ഞ പോലെ സമൃദ്ധിക്ക് മാറ്റമൊന്നും സംഭവിച്ചില്ലെങ്കിൽ അവൾ കുഞ്ഞിനെ അന്വേഷിക്കും. ആ സമയത്ത് മോളെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അതല്ല, ഗൗരിമോളെ അവൾ മറന്നുപോയാൽ പിന്നെ അവള് ഗൗരിമോളെ പിന്നെ അന്വേഷിക്കില്ല. പിന്നൊരിക്കലും അവള് ഗൗരിമോളുടെ പഴയ അമ്മയാവുകയില്ല. പൂജ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. പിന്നീട് മോളെ ഞാൻ എങ്ങനെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. പക്ഷെ പൂജാസ്ഥലത്ത് ഗൗരിമോളുണ്ടായ ചിലപ്പോൾ നമുക്ക് ആ സാവകാശം കിട്ടില്ല. ഇതെല്ലാം കൂടി കേൾക്കുമ്പോ എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു. ഇത് വേണ്ടായിരുന്നു, ഇങ്ങോട്ട് വരണ്ടായിരുന്നു. അമ്മേ, യോഗിനിയുമായി സംസാരിച്ച് ഞാൻ അതിലൊരു തീരുമാനം ഉണ്ടാക്കാം. പൂജ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാഹചര്യം എന്തായാലും അത് നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. അത് ഞാൻ അമ്മയൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. എൻ്റെ മോൾക്കും എനിക്കും സമൃദ്ധിക്കും ഇടയിലെ ഇനിയുള്ളത് പൂജ തീരുന്നവരെയുള്ള സമയം മാത്രമാണ്. ഇതൊക്കെ എൻ്റെ മോളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എനിക്ക് നല്ലതുപോലെ പാടുപെടേണ്ടി വരും. പക്ഷേ വേറെ വഴിയില്ലല്ലോ. എന്തായാലും വിധി തീരുമാനിക്കുന്നത് പോലെ വരട്ടെ. ഞാൻ യോഗിനിമാതി ഒന്ന് കണ്ടിട്ട് വരാം. മഹാദേവ, അർദ്ധനാരീശ്വര, ചിത്രപൗർണമി ദിവസം അവിടുത്തെ മുന്നിൽ പ്രാർത്ഥിച്ചാൽ അതിന് ഫലമുണ്ടാകുന്ന ആരതിയും ഗുരുജിയും എല്ലാം പറഞ്ഞത്. ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുന്ന ഗുരുജിയും പറഞ്ഞു. എനിക്ക് മറ്റൊന്നും വേണ്ട. എൻ്റെ അർച്ചനയും മോളെയും എനിക്ക് തിരിച്ചു തരണം. സച്ചിയുടെ മനസ്സിലെ പ്രാർത്ഥന എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനൊരു പെണ്ണാണ്. എനിക്കും ആഗ്രഹങ്ങളുണ്ട്. ജീവിതത്തിൽ സച്ചിയോട് തോന്നിയ പോലൊരിഷ്ടം എനിക്ക് ആരോടും തോന്നിയിട്ടില്ല. അർച്ചനയും കുഞ്ഞും സച്ചിയുടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ സച്ചിയുടെ സ്നേഹം എനിക്ക് കിട്ടാൻ അനുഗ്രഹിക്കണം.
അർച്ചനയും കുഞ്ഞും ഇല്ലാതെ എനിക്കിനി മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല. ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സ്വാർത്ഥത മാത്രമല്ല, സച്ചിയുടെ ജീവിതത്തിന് എന്നും ഒരു താങ്ങും തണലുമായി നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടുകൂടിയാ. അർച്ചനയും കുഞ്ഞും എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരൊരുമിക്കട്ടെ. പക്ഷേ ഇല്ലെങ്കിൽ സച്ചി അണിയിക്കുന്ന ഒരു താലി ഈ ജീവിതം മുഴുവൻ എൻ്റെ കഴുത്തിലുണ്ടാവണം. ഗുരുജിയുടെ വാക്കുകളിൽ അർച്ചന എനിക്ക് തിരികെ കിട്ടുന്നതിൻ്റെ സൂചനകളാണ് ഉള്ളത്. അത് സത്യമാണെങ്കിൽ എൻ്റെ കൺമുന്നിൽ എൻ്റെ അർച്ചന എനിക്ക് കാണിച്ചു തരണേ. ഇതുവരെ പൂജ മുടക്കാനുള്ള ഒരു പദ്ധതിയും നടന്നില്ല. അവന്തികയും കാണുന്നില്ലല്ലോ. ദൈവമേ, എങ്ങനെയെങ്കിലും ഇതൊന്നും മുടക്കി തരണേ. അച്ഛാ, അമ്മ എപ്പോഴാ വരിക? അമ്മ ഇപ്പൊ വരും മോളെ. നമുക്കെന്താ അങ്ങോട്ട് പോവാൻ പറ്റാത്തത്? അതിനൊക്കെ കുറെ ചടങ്ങുകളുണ്ട്. ആ സമയത്ത് നമ്മൾ അങ്ങോട്ട് പോകാൻ പാടില്ല. അമ്മ, മോളെ, ഇപ്പൊ അങ്ങോട്ട് ചെല്ലാനോ അമ്മയെ തൊടാനൊന്നും പാടില്ല. അമ്മ പൂജയ്ക്ക് പോവല്ലേ. മോളെ, അച്ഛൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, പൂജ കഴിയുന്നവരെ മോള് നല്ല കുട്ടിയായി സാമിനോട് നിൽക്കണം കേട്ടോ. വേണമെങ്കിൽ ഞാനും കൂടെ നിൽക്കായിരുന്നു. അത് വേണ്ട, നിങ്ങൾ പൂജയിൽ പങ്കെടുക്കാൻ വന്നതല്ലേ മോളെ, ഞാൻ നോക്കിക്കോളാം.